ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഇഫ്താറിൻ്റെ സ്നാക്സ് ആയിട്ടൊരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഈസി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫ്രൈഡ് സാൻഡ്വിച്ച്. നമ്മൾ സാധാരണ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിലും വെറൈറ്റി ആയിട്ടൊരു ഫ്രൈഡ് സാൻഡ്വിച്ച്. നമ്മൾ സാധാരണ ബ്രെഡിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കൂലേ, അതിന് പുറമെ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ ഫ്രൈ ആക്കിയെടുത്ത ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി. അതിൻ്റെ കൂടെ ഞാനൊരു പൊട്ടാറ്റോൻ്റെ ഒരു സ്നാക്സും ഉണ്ടാക്കിയിരുന്നു. ഇതിൻ്റെ കഥ ഞാൻ വയ്യ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമുക്ക് ഫ്രൈഡ് സാൻഡ്വിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് വേണ്ടത്, പക്ഷേ എൻ്റെ അടുത്ത് ബോൺലെസ് ചിക്കൻ ഇല്ലേനോ, അതുകൊണ്ട് ഞാൻ എല്ലുള്ളതും എല്ലാം ചേർത്തിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 3 വിസിലിന് വേവിച്ചെടുക്കാം. നമ്മൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ, കുറച്ച് വെള്ളവും. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളൊന്നും ഇടുന്നില്ല, നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, ഇത് കുറച്ച് അധികമായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നല്ല ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കൈ വെള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഇങ്ങനെ പിച്ചി എടുക്കാം. ആ എല്ലൊക്കെ ഒന്ന് കളയണേ. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. എന്തായാലും ഞാനിതിങ്ങനെ പിച്ചി എടുത്തിട്ടുണ്ട്, അങ്ങനെ തന്നെ പറയാമെന്ന് കേട്ടോ. ഇനി ഇതിലേക്ക് ഉള്ളിയും ക്യാരറ്റും അതുപോലെ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ്, അല്ലെങ്കിൽ ലെറ്റ്യൂസിൻ്റെ ലീഫ്, ഉപ്പ്, കുരുമുളക് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ കൂടെ മയോണീസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഉപ്പ്, അപ്പോൾ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് മയോണീസും കെച്ചപ്പും ഇത് നമുക്ക് ആവശ്യം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലവർക്ക് കൂടുതൽ വേണം, ചിലവർക്ക് കുറച്ച് മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു മയോണീസ് വരുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രമായി പോവും. അതുകൊണ്ട് ആ ഒരു ഉള്ളിയിലും ചിക്കനിലൊക്കെ ആവുന്ന തരത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബ്രെഡ് എടുക്കുന്ന സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചെറിയ ബ്രെഡ് എടുക്കുകയാണെങ്കിൽ അതൊരു കട്ടി കുറവായിരിക്കും, ചെറിയ ബ്രെഡ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു സാൻഡ്വിച്ച് കറക്റ്റ് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇങ്ങനെ സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ അതെടുത്ത് മാത്രം ചെയ്യുക. സാധാ ബ്രെഡിലൊന്ന് ചെയ്ത് നോക്ക്, കറക്റ്റ് എനിക്കറിയില്ല കിട്ടുമോ ഇല്ലെന്ന് നോക്കി നോക്ക് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എളുപ്പമുണ്ട്, അതുപോലെ നല്ല കട്ടിയുമുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കണം. ആ സൈഡൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ബ്രെഡ് ക്രംസും പിന്നെ കുറച്ച് മൈദയും അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് എടുക്കുക. ഇതൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ അതിന് മിക്സാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ഇതൊന്നിങ്ങനെ പരത്തി കൊടുക്കണം. അപ്പോൾ ഓരോ ബ്രെഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതൊരു പലകൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ കോയിലോണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി, അധികം വലുപ്പമാക്കണ്ട കേട്ടോ. അപ്പോൾ ഈ സാൻഡ്വിച്ച് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കറക്റ്റ് കിട്ടും, ഷേപ്പിൽ കിട്ടും. ഇനി എന്ത് ചെയ്യുക, നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നമ്മൾ അത്യാവശ്യം ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഫില്ലിങ്സ് ഉണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കട്ടി കൊണ്ട് ആ ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റായിട്ട് മാത്രം മാറും കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഇങ്ങനെ കോൺ പോലെ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക. ഇത് നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഫസ്റ്റത്തെ എനിക്ക് കറക്റ്റ് ശരിയായില്ലേനോ, പിന്നെ അങ്ങോട്ട് ശരിയായി. അതിലൊന്ന് മുക്കി കൊടുത്തിട്ട്, അപ്പോൾ ഈ ഒരു ബ്രെഡ് എനിക്ക് അതിൽ മുങ്ങിപ്പോകുന്നൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് ആദ്യത്തെ ചെയ്തെടുത്തത്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ അതിൻ്റെ മേലേക്ക് മൈദപ്പൊടി ആക്കി കൊടുത്തത്. ചില ഫസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പേടിയിൽ അങ്ങോട്ട് ചെയ്തിട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ കറക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് സൈഡിലൊക്കെ ആ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് നല്ല പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതെന്ത് ചെയ്യും, കറക്റ്റ് ഷേപ്പിലേക്ക് വരും കേട്ടോ. രണ്ടാമത്തെ ഇതാ ഞാൻ അത്യാവശ്യം നല്ലപോലെ തന്നെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫോർക്ക് വെച്ചിട്ടാണ് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കറക്റ്റ് അങ്ങോട്ട് കുറേ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ചൊക്കെ ചെയ്തോളി, കൈ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ മൈദയിൽ ആ ഒരു ബ്രെഡ് മുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലവർക്ക് റെഡി ആവാത്ത മൈദ നല്ല ലൂസായതുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് കട്ടിയിലാക്കിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അധികം അതിൽ ഒട്ടിച്ചാൽ ചിലപ്പോൾ പണിയാവും. എന്നിട്ട് എന്ത് ചെയ്യാം, എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വേഗം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ മൈദയല്ലേ, വെള്ളമല്ലേ, അപ്പോൾ ബ്രെഡ് വേഗം എന്ത് ചെയ്യും,
അതിലിങ്ങനെ അലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് നല്ല പോലെ കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്യുമ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഒട്ടാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടും കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പക്ഷെ കുറച്ച് പണിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാം 4 ബ്രെഡാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 4 റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കുക. ഞാൻ ഫസ്റ്റ് മറ്റേ നമ്മൾ പൊട്ടാറ്റോൻ്റെ സ്നാക്സാണ് റെഡിയാക്കി എടുത്തത്. ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഞാനിതും ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല പോലെ എണ്ണ ചൂടാക്കി എടുക്കുക, അല്ലെങ്കിൽ എണ്ണ വേഗം കുടിക്കും. എന്താ വെച്ചാൽ ബ്രെഡാണ്, അതുകൊണ്ട് നല്ല പോലെ ചൂടായതിനു ശേഷം മാത്രം ഈ ഒരു സ്നാക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മേലേക്ക് ഇങ്ങനെ കുറച്ച് ചൂടെണ്ണാക്കി കൊടുക്കുക, മറിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും നല്ല ക്രിസ്പി ആയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതാകട്ട് മാറ്റി കൊടുക്കാം. അപ്പം ഈ ഒരു കാര്യത്തിൽ എണ്ണ ചൂടാവുന്ന നോക്കുക. അതുപോലെ നമ്മൾ ഇത് ഒരു ഭാഗം നല്ലപോലെ ആയി കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം മറിച്ചിടാൻ നോക്കുക. മേലേക്ക് ഇങ്ങനെ എണ്ണ കോരി കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ സ്നാക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ ആ പൊട്ടാറ്റോൻ്റെ സ്നാക്സില്ലേ, അത് നല്ല ഫ്ലോപ്പായി പോയതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന ബഷീൽ എൻ്റർടൈൻമെൻറ്റ്. ഈ വീഡിയോ കാണുന്നവർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ബൈ.